السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. വ്യാജ വാർത്തകളുടെ കാലം ചിതലരിക്കുന്ന ഫോർത്ത് എസ്റ്റേറ്റിനായി എന്നതാണ് പ്രതിപാദ്യ വിഷയം. ഒരു നാട്ടിൽ ഗവൺമെന്റ് ഇല്ലെങ്കിലും മനുഷ്യർക്ക് ജീവിതം സാധ്യമാണ്. എന്നാൽ മാധ്യമങ്ങളില്ലാതെ മനുഷ്യന് ജീവിതം സാധ്യമല്ല. മഹാത്മാഗാന്ധി മാധ്യമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി എന്നിവയ്ക്ക് ശേഷം ജനാധിപത്യത്തിന്റെ 4ാം തൂണി എന്നാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സമീപകാലങ്ങളിലായി മാധ്യമങ്ങൾ അതിന്റെ ധർമ്മം മറന്നുകൊണ്ടിരിക്കുകയും നിരന്തരമായി വ്യാജ വാർത്തകൾ പടച്ചുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് 2025 ദി ഇൻസൈഡർ മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിൽ 1500 ടെലിവിഷൻ ചാനലുകൾ ഉണ്ടെങ്കിലും അതിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് കേവലം വിരലിലെണ്ണാവുന്നവ മാത്രമാണെന്ന് അവ പറയുമ്പോഴാണ് നാം എത്രമാത്രം അപകടത്തിലാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഉത്തര കൊറിയയ്ക്ക് ശേഷം യാഥാർത്ഥ്യം അറിയാതെ ജീവിക്കുന്ന ഏക ജനത അത് ഇന്ത്യൻ ജനതയാണെന്നും BBC-യുടെ ഡോക്യുമെന്ററി കാണിക്കുമ്പോൾ നാം എത്രമാത്രം അപകടത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് നാം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം. പ്രധാനമായും സംഘ് പരിവാർ അനുകൂലമായി പ്രവർത്തിക്കുന്ന ഗോദി മീഡിയകളാണ് ഇത്തരം വ്യാജ വാർത്തകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. മോദി സ്തുതികൾ നിരന്തരമായി വാഴ്ത്തിപ്പാടുന്ന സി ന്യൂസിന്റെ പുതിയ റിപ്പോർട്ട് കാണിക്കുന്നത് ഇന്ത്യയിലെ 80% വരുന്ന ദാരിദ്ര്യം നരേന്ദ്രമോദിയുടെ കീഴിൽ തുടച്ചു നീക്കിയെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് 2014 ശേഷം ആഗോള പട്ടിണി സൂചികയിൽ നാം 100-ൽ നിന്ന് 107-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി എന്നതാണ്. പെട്രോൾ വിലയുടെ ഇന്റർനാഷണൽ കമ്പാരിസൺ ചാർട്ട് പോലും തെറ്റായി കാണിക്കുകയും അതിലൂടെ ലോകത്ത് തന്നെ ഏറ്റവും പെട്രോൾ വില കുറഞ്ഞ രാജ്യം അത് ഇന്ത്യയാണെന്നും കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായി പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഗ്ലോബൽ ഡാറ്റാബേസുകൾ കാണിക്കുന്നത് പെട്രോൾ വിലക്കുറവിൽ ഇന്ത്യ 73-ാം സ്ഥാനത്താണ് എന്നാണ്. ഒരു യുദ്ധമുണ്ടാവുമ്പോഴേക്കും മറുപക്ഷത്ത് മരിച്ചു വീഴുന്ന മനുഷ്യരുടെ എണ്ണങ്ങൾ പെരുപ്പിച്ചു കാണിക്കുകയും അതിലൂടെ ഉന്മാദ ദേശീയത വളർത്തുകയും ചെയ്യുക എന്നത് അത് ഈ ഗോദി മീഡിയയുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വ്യാജ വാർത്തകൾ BJPയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് രാഷ്ട്രീയ വിദഗ്ധനായ പ്രശാന്ത് കിഷോർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. നിരന്തരമായി വ്യാജ വാർത്തകൾ പടച്ചുവിടുകയും അതിലൂടെ വർഗീയത പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇന്ന് അർണബ് ഗോസ്വാമിമാർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്ററുകൾ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചത്. എന്നാൽ ആ സംഭവത്തിൽ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് സംഘ് പരിവാർ പ്രവർത്തകർ തന്നെയായിരുന്നു. ഇങ്ങനെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിൽ ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ മുന്നിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 70% വരുന്ന വർഗീയ കലാപങ്ങൾക്കും കാരണമാകുന്നത് ഇത്തരത്തിലുള്ള വ്യാജ വാട്സപ്പ് മെസ്സേജുകളാണെന്ന് റിപ്പോർട്ടുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി കേരളത്തിലെ മാധ്യമങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീവ്ര ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള മത്സരങ്ങൾക്കിടയിൽ യാഥാർത്ഥ്യം പലപ്പോഴും മറച്ചു വെക്കപ്പെടുന്നു. മുസ്ലിം സമുദായത്തെ പേടിപ്പിച്ചു നിർത്തി അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന മൗദൂദി ചാനലുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യം എത്രമാത്രം നാം തിരിച്ചറിയുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. കേരള സ്റ്റോറി പോലെ ഒരു നിലക്കും ആധികാരികമല്ലാത്ത റിപ്പോർട്ടുകളെ ആഘോഷിക്കുന്ന വർഗീയ ചാനലുകളും ഇന്ന് കേരളത്തെ വലിയ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. റേറ്റിംഗ് മത്സരത്തിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ വൈകാരികതയെ നിരന്തരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കൂ, നമ്മളാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിടാൻ പോവുകയാണ് എന്ന ഒരു ആധികാരികതയുമില്ലാത്ത വാർത്തയെ അത്രമേൽ ആഘോഷിച്ച ഒരു മാധ്യമ ചാനലിനെ നാം കണ്ടതാണ്. മനുഷ്യർ മരിച്ചു വീഴുന്ന എണ്ണങ്ങൾ പെരുപ്പിച്ചു കാണിച്ച് യുദ്ധങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു മാധ്യമ സ്വഭാവത്തിലേക്ക് കേരളീയ സമൂഹം എടുത്തെറിയപ്പെടുന്നത് എത്രമാത്രം അപകടമാണ്. പരസ്യ വിപണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരമായി ബാർക്കിങ്ങിൽ കോടികൾ മുടക്കിക്കൊണ്ട് റേറ്റിംഗ് മത്സര രംഗത്ത് നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ് അത്തരത്തിൽ ഒരു പ്രമുഖമായ ചാനലിനെതിരെ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറിയത്. ഇങ്ങനെ തങ്ങൾക്ക് തടിച്ചു കൊടുക്കാനും രാഷ്ട്രീയ ലാഭം കൊയ്യാനുമുള്ള കേവലം ഉപാധികളായി നമ്മുടെ മാധ്യമങ്ങൾ മാറുന്നത് നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക. സത്യത്തിനു വേണ്ടി ശബ്ദിക്കുന്ന മാധ്യമം രാജ്യത്തെ രക്ഷിക്കും, പക്ഷപാതമുള്ള മാധ്യമം രാജ്യത്തെ തകർക്കുമെന്ന നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.